ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 700 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന വീട്ടിലേക്ക് എത്താവുന്നതാണ്. 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ വീട് ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് ടാർ റോഡാണ്. നമുക്ക് എടുത്തു പറയേണ്ടത് 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് ഈ കാണുന്ന വീട് വരുന്നത്. നമുക്ക് മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. അതുപോലെ ഇൻഫോ പാർക്ക് ഫേസ് 3 വരുന്നത് നമ്മളുടെ ഇവിടെ അടുത്തായിട്ടാണ്, 2020 പഞ്ചായത്തിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, അതുകൂടെ വന്നു കഴിയുമ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളുടെ ഡിമാൻഡ് വളരെയധികം ഉയരുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നും ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം. അതിലെ ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് പോകാനാണെങ്കിൽ 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്കാണെങ്കിൽ 15 കിലോമീറ്ററും എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് 17 ഡിസ്റ്റൻസ് വരുന്നത്. നല്ല സ്കൂൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കൊക്കെ വെറും 5 മിനിറ്റ് മാത്രമാണ് ട്രാവൽ വരുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് രാജഗിരിയിലേക്ക് 6 കിലോമീറ്ററും സമരട്ടാൻ ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. 3.5-4 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ സമരട്ടാൻ ഹോസ്പിറ്റലിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. വീടിന്റെ എലവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാനിനി എടുത്തു പറയുന്നില്ല. നമുക്ക് നല്ല വില്ല പ്രൊജക്ടിനകത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. സൈഡിലൂടെ പോകുന്ന മതിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡിസൈൻ ആയിട്ട് തന്നെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മതിലിനിടയ്ക്കൊക്കെ നമുക്ക് GA പൈപ്പിന്റെ നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ലേസർ കട്ട് ഡിസൈനുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വർക്കുകളും കൂടെ നമുക്ക് ഇവിടെ ഫിനിഷ് ആവാനുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്കിനി പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ, വീടിന്റെ ഫ്രണ്ടിൽ ഗ്രാസ് പിടിപ്പിക്കുക, ചെറിയൊരു ഗാർഡൻ ചെയ്യുക, അങ്ങനെയുള്ള വളരെ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. വളരെ വലിയൊരു വീടാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റും ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് എളുപ്പത്തിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. റോഡ് സൈഡിൽ റോഡിനെ ഫേസ് ചെയ്തിരിക്കുന്ന വീടുകൾക്ക് നമുക്കറിയാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള വീടുകൾ തന്നെയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള മതിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൽ നിന്ന് നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് നല്ല സ്ലോപ്പ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഫ്ലഡ് എഫക്റ്റഡ് ചെയ്യാത്ത ഏരിയ ആണ്, ഹൈറ്റിലുള്ള ഏരിയ ആണ്. മതിലിൽ നല്ല ഡിസൈനുകളും ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് GA പൈപ്പിന്റെ ആ ഒരു കുറച്ച് വർക്കുകളും CNC കട്ടിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെബിൾസ് ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ മാത്രമാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെയും ചെറിയൊരു ഷീറ്റ് വർക്കുകളൊക്കെ ഇനി പെൻഡിങ് ആയിട്ടുണ്ട്. ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ് നമ്മൾ നേരെ കയറി വരുന്നത്. നമ്മുടെ ഒന്നാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 18 അടി നീളവും 9 അടി വീതിയുമാണ് ഈ കാണുന്ന കാർ പോർച്ചിന് കിട്ടുന്നത്. 18 ഫീറ്റ് ലെങ്ത്തും 9 ഫീറ്റ് വിഡ്ത്തുമാണ് ഈ കാണുന്ന കാർ പോർച്ചിന് കിട്ടുന്നത്. ഇതിന്റെ ആ ഒരു പില്ലർ നോക്കിക്കോളൂ, ഭംഗിയായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് ഉണ്ട്, മിഡിലൂടെ GA പൈപ്പിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ ആണെങ്കിലും LED ലൈറ്റുകളും അകത്തൊക്കെ ആണെങ്കിലും സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഇനി അതിനിടയിലൂടെ നമുക്ക് ആ ഒരു ഗ്രാസിന്റെ വർക്കുകളും കൂടെ മാത്രമായിട്ടാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഈ ഒരു കാർ പോർച്ചിന് ഒന്നാമത്തെ വാഹനം പാർക്ക് ചെയ്യാവുന്നതിന്റെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിണർ കാണാം. അതുകൂടാതെ ആ ഗേറ്റ്, ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റിന്റെ കോർണർ ഭാഗത്തായിട്ട് നോക്കിയാൽ ചെടികളൊക്കെ വച്ചു പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ഏരിയ ചെയ്തിട്ടുണ്ട്. ആ വർക്കുകളും കൂടി ഇനി പെൻഡിങ് ആയിട്ടുണ്ട്. കിണർ നമുക്ക് നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്.
കിണർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അവിടെയെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ അവിടെയായിട്ട് നമുക്ക് ഭംഗിയായിട്ട് ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വീതി കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടും കൺജസ്റ്റഡ് അല്ല, നല്ല വീതി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കാം. ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വന്നിട്ട് റൈറ്റ് സൈഡ് പോകുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് വലിയ വാഹനം തന്നെ, നല്ല വിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ കാണാം ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകൾ വരാനുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വരാനുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ബാക്കിലേക്ക് നോക്കുവാണെങ്കിലും കാണാം പകുതി ഭാഗത്തോളം തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ബാക്കി അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. കിച്ചന്റെ ഭാഗമാണ്. ഇവിടെയും നല്ല രീതിയിൽ വിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കിക്കോളൂ, നല്ല വീതിയുള്ള സിറ്റ് ഔട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് റൂഫ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ അടുത്ത് തന്നെ നമുക്കൊരു വിൻഡോയും കൂടെ കിട്ടുന്നുണ്ട്. 2 പാളിയിലായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഭാഗത്തേക്കാണ് ഡോറിന്റെ ഫേസിംഗ് വരുന്നത്. വടക്കോട്ട് ഫേസ് ചെയ്താണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. ഇതിനകത്ത് മരങ്ങളൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എല്ലാ മരങ്ങളും തന്നെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2ആയിട്ട് തുറക്കാവുന്ന ഈ ഒരു ഡോർ തുറന്ന് നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള വലിയ ടൈലുകളാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. അതിൽ ചെറിയ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. നേരെ വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ നോക്കുവാണെങ്കിൽ വിൻഡോസ് നമുക്ക് കാണാൻ പറ്റും. ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അതുകൂടാതെ ഈ കാണുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുകളിൽ നമുക്ക് വിൻഡോസ് ധാരാളം കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് റൂഫിൽ വന്നിട്ടാണെങ്കിലും ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊന്നും ഒരുപാട് വർക്കുകൾ വാരി വലിച്ച് ചെയ്യാതെ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. നല്ല ലെങ്തോട് കൂടിയിട്ടും വിഡ്ത്തോട് കൂടിയിട്ടും ഒക്കെയാണ് ലിവിംഗ് ഏരിയ കിട്ടുന്നത്. നമുക്ക് വീട് കാണാൻ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും ആവശ്യപ്പെടുന്നതാണ് വലിയ ലിവിംഗ് സ്പേസും വലിയ ഡൈനിങ് സ്പേസും വേണമെന്നുള്ളത്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീട് തന്നെയാണ് ഇത്. നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണുന്ന വോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടാണ്. ബാക്ക് കളറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം PVC പാനലിംഗ് ആണ് ബ്ലാക്ക് കളറിൽ വരുന്നത്. അതിന്റെ മുമ്പിൽ നമുക്ക് TV വെക്കാനായിട്ട് ആ ഒരു സ്പെഷ്യൽ ആ ഒരു ഏരിയ വന്നിട്ട് ബ്ലാക്ക് കളർ ബോർഡുമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളോട് കൂടി ഷെൽഫുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ കുറച്ചൊരു കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഗ്രീൻ ഗ്രാസോ അല്ലെങ്കിൽ പെബിൾസോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ലിവിംഗ് ഞാൻ പറഞ്ഞിരുന്നു, മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആണ്. ഡബിൾ ഹൈറ്റഡ് അല്ലാതെ വരുന്ന ചെറിയൊരു പോർഷൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ വുഡൻ പാനലിംഗ് വർക്കുകളും ചെറിയ സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് തന്നെയാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഭംഗിയുള്ളൊരു ഡിസൈനിലൊക്കെ ആയിട്ടാണ് പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ ചെയ്തിട്ട് വുഡൻ പാനലിംഗ് കൊണ്ടാണ് ആ ഒരു ഹാൻഡ് റൈലിന്റെ മെയിൻ പോർഷൻ ഒക്കെ കവർ ചെയ്ത് പോയിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്ന സ്പേസ് ഇതാണ്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വലിയ സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. സ്റ്റെപ്പിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം 2 ഡോറുകളായിട്ടാണ് വച്ചിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ഏരിയയുടെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. റൂഫിലൊക്കെ നോക്കിയാൽ കാണാം ചെറിയ ഡയമണ്ട് കട്ട് കൊടുത്തിട്ട് അതിനകത്തൊക്കെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. നല്ല ഓവൽ ഷേപ്പിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും ഡോർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള വർക്കുകളും കൂടെ നമുക്കിനി ഫിനിഷ് ആവാനായിട്ടുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ആ ഒരു സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഭംഗിയായിട്ട് PVC പാനലിങ്ങുകൾ വരുന്നുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് വുഡൻ വർക്കുകൾ ചെയ്തിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് സ്ലാബ് നിങ്ങൾക്ക് കാണാൻ ബ്ലാക്ക് കളർ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. കിച്ചൺ നമുക്ക് ചെറിയ രീതിയിൽ നോക്കുവാണെങ്കിൽ 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 or 5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, വെരി ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് ക്യാബിനറ്റ്സ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതായിട്ടാണ് നമുക്ക് ഫസ്റ്റ് കിച്ചന്റെ പോർഷൻ വരുന്നത്. ഇതിന്റെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് വരുന്നുണ്ട്. എല്ലാവരുടെയും കൺസേൺ അതാണ്, കിച്ചണിൽ ഫ്രിഡ്ജ് വെച്ചാൽ സ്പേസ് പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് സ്ലാബ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു കിച്ചൺ മുഴുവനും കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പോർഷൻ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് കുറെ സ്പേസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എഗെയിൻ വേറെ ഒരു സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന പോർഷനിൽ 3 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കിച്ചന്റെ ഡോറ് കാണാം. ഡോറിന്റെ അടുത്തായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മൈക്രോവേവ് അവനൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ പ്ലഗ് പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നേരെ പുറത്തേക്കാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. ഇവിടെയൊക്കെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ചെറിയൊരു ബോർഡർ വർക്കുകൾ പോലെ മിഡിലൂടെ ഡിസൈൻ പോയിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കിച്ചൺ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുത്തെ ഡൈനിങ്ങും ലിവിന്റെയും മിഡിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ്, കേബിളുകൾ, വയറുകളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ് ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഭാഗത്തൊരു ബെഡ്റൂമും ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയൊരു സ്പേസ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 12-11 ഫീറ്റ് അളവിലുള്ള ബെഡ്റൂം ആണ് കാണാൻ പറ്റുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ വോളിലും 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ്. ഔട്ടർ പോർഷൻ ഒക്കെ വന്നിട്ട് വുഡൻ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് കൂടെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ ഉണ്ട്. താഴെയും നമുക്ക് ധാരാളം സ്പേസുകൾ കിട്ടുന്നുണ്ട്. ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ഇടയ്ക്ക് മാത്രം പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ആ ഒരു ഡോറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് വരുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കുറച്ച് ഡെപ്തിൽ ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം തെറിച്ച് പുറത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഡോറുകളൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പമുണ്ട്. 12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വിൻഡോകളുടെയും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വുഡ് കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും 2 കോർണർ ഭാഗങ്ങളിലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ചെറിയ പാനലിംഗ് വർക്കുകളും അതിനകത്ത് LED സ്ട്രിപ്പുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. സെയിം ഡിസൈനിലും സെയിം പാറ്റേണിലും ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതിനടുത്തായിട്ട് തന്നെയാണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ എല്ലായിടത്തും സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറുന്ന വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മുകൾ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഔട്ടർ ഫ്രെയിമുകളൊക്കെ വന്ന് വുഡിലാണ് കൊടുത്തിരിക്കുന്നത്.
സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഹാളാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. സ്ട്രേറ്റ് ഞാൻ ഇവിടെ നിന്ന് കടന്നു വരുമ്പോൾ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ഹാളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. താഴെ നമ്മൾ ലിവിംഗ് സ്പേസിലൊക്കെ നിന്ന സമയത്ത് നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ലിവിംഗ് സ്പേസ് അല്ല ഡൈനിങ് സ്പേസിൽ നിന്ന സമയത്ത് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ഒരു ഏരിയ പോർഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ മുകളിലുള്ള വർക്കുകൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി അടുത്ത് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആവശ്യത്തിന് മാത്രമാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുപാട് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളും ഒക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ടോപ്പ് ഭാഗത്തൊക്കെ നോക്കിയാലും കാണാം നല്ല രീതിയിൽ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നും TV വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയുടെ പോർഷൻ ഈ ഒരു കോർണർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിനും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് സെപ്പറേറ്റ് ഒരു ക്യാബിൻ കൊടുത്തിട്ട് താഴെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ജെറയുടെ ഒരു വാഷ് ബേസിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡോറും വിൻഡോകളും ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും അകത്തെ ടഫന്റെ ഗ്ലാസും ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലൂടെ പോകുന്ന റോഡാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗം കണ്ടു. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ടേക്ക് വന്നത്. ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ കണ്ടത്. നമുക്കിനി റൈറ്റ് സൈഡുകളാണ് കാണാനുള്ളത്. റൈറ്റ് സൈഡിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ അങ്ങോട്ട് തുറക്കുന്ന ഒരു ഡോറാണ് ഉള്ളത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഹാൻഡ് റെയിൽസ് കാണാം. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്പേസ് കണ്ടു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹാളിന്റെ ഈ ഒരു സ്പേസ് നിങ്ങൾ കണ്ടോളൂ. ഇവിടെയായിട്ടാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് താഴെ വരുന്നത്. ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അതിന്റെ മുകളിലുള്ള വർക്കുകളും മുകളിൽ തൂക്കിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകളും റൂഫിലെ വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാം. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് വീടിനകത്ത് കടക്കാനും വെളിച്ചവും വായുവും ഒക്കെ കടന്നു പോകാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയായിട്ടാണ് ബാൽക്കണിയുടെ ഡോർ വരുന്നത്. നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിറയെ നമുക്ക് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ കാണാം. വീടിന്റെ താഴെ റോഡിൽ നിൽക്കുമ്പോൾ തുടങ്ങി നമുക്ക് ഈ വർക്കുകൾ വിസിബിൾ ആണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടും മെയിൻ റോഡിനോട് വളരെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ടിൽ തന്നെയാണെന്ന് പറയാം. കാരണം ഇത്രയും ലാൻഡ് അളവിൽ 4 ബെഡ്റൂമിന്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഫൈനലി നമുക്കിനി ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കൂടെയാണ് കാണാനുള്ളത്. താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലും ആ പോർഷനിലുമായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുള്ളത്. എല്ലാ ബെഡ്റൂമുകളുടെയും ഡോറിന്റെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഗ്രേ കളർ തന്നെ താഴെ കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും നമുക്ക് അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിളും മിററും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂമിനകത്തെ ടൈലുകളെല്ലാം എല്ലായിടത്തും ഒരേ കളർ കോമ്പിനേഷനിലാണ്. എല്ലാ ബാത്റൂമുകളും താഴേക്ക് കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആ ഒരു മോഡലിൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളും കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ബാത്റൂമുകളുടെ അകത്തൊക്കെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനലി 4ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം സിമ്പിൾ ആയിട്ടുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനിലും മോഡലിലുള്ള അതേ വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം സെയിം കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും അതും കുറച്ച് ലെങ്തി ആയിട്ട് എല്ലാം ഒരേ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും മുകളിലൊക്കെ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി എല്ലാവർക്കും അറിയുന്നതാണ്. പുക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 700 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താം. 2020 പഞ്ചായത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെയാണ് ഇൻഫോ പാർക്ക് ഫേസ് 3യുടെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വളരെ അടുത്താണ് ഇൻഫോ പാർക്ക് ഫേസ് 3 വരുന്നത്. ഈ ഏരിയയുടെ ഡിമാൻഡ് അതോടുകൂടി നമുക്ക് കൂടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതൊരു ഏരിയയിലും ഡെവലപ്മെന്റ്സ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആ ഭാഗത്തുള്ള ലാൻഡിന്റെ വാല്യൂവും എല്ലാം തന്നെ കൂടുന്നത്. അപ്പൊ മാത്രമല്ല നമുക്ക് ഇവിടെ ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിലും സ്കൂളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇവിടുത്തെ വയറിംഗ് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടതും കണ്ടതും ഒക്കെയാണ്. വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിലൂടെ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ഇതിലൂടെ നമ്മൾ മാർബിൾ ഹോംസിലൂടെ തരുന്ന വിവരങ്ങളെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് തരുന്നത്. ലാൻഡിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,20,00,000 രൂപയാണ്. 1.20 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് മീറ്റ് ചെയ്ത് അദ്ദേഹത്തോട് സംസാരിച്ച് നിങ്ങളുടെ റേറ്റും അദ്ദേഹത്തിന്റെ റേറ്റും കൂടെ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റിൽ വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വീടുകൾ കാണാനായിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങളുടെ ഏത് ബഡ്ജറ്റിലുള്ള വീടുകൾ എടുത്തു തരാനും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക. എങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോകളുടെയും പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിന്റെയും ലാസ്റ്റ് ആയിരിക്കില്ല പറയുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരുന്നു, മറ്റതിന്റെയൊക്കെ മിഡിൽ പോർഷനിലായിരിക്കും പറഞ്ഞതുകൊണ്ട് വീഡിയോ ഒരിക്കലും നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാതെ കംപ്ലീറ്റ് ആയിട്ട് വീടുകളുടെ ഭംഗി ആസ്വദിച്ച് തന്നെ കാണുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.